സങ്കീർത്തനം വായിക്കുന്ന നല്ലതാ. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തിലും ദൈവത്തിന്റെ തിരുകൃപയുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം ഈ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ആട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് നിൽക്കും. ഇത് സന്ദർഭോചിതമായിട്ട് വായിക്കണം. ചിലർക്ക് അതിനുള്ള വെളിവില്ലാത്തവരുണ്ട്. വെളിവില്ലാത്തവര് അത് വായിക്കാതിരിക്കുന്നതാ നല്ലത്. ഭർത്താവ് പെടുമരണമായിരുന്നു, മരിച്ചു കിടക്കുന്നു. ഭാര്യ അലമുറ കിടന്നു. പെടുമരണം യൗവനത്തില്, ഉപദേശിച്ച സ്ഥലത്തില്ല. ഇന്നത്തെ പോലല്ല, ആള് വിട്ടു, മൊബൈലും ഒന്നുമില്ല. പുള്ളി എവിടെയോ പോയത്, ആള് പുറകെ ഓടി, കയ്യോടെ പിടികൂടി. പുള്ളിക്ക് അങ്ങ് സങ്കടമായി പോയി. അയ്യോ, യൗവനക്കാരൻ സഭയുടെ ഒരു മെമ്പറാ, മരിച്ചല്ലോ. പുള്ളിയും സങ്കടത്തോടെ വന്നേ. ഭാര്യയും പിള്ളേരും വേണ്ടപ്പെട്ടവരും എല്ലാം കരയുക. വളരെ ദുഃഖം. പുള്ളി വെപ്രാളത്തിന് വന്നേച്ച് തുറന്നു ഒരു സങ്കീർത്തനം അതങ്ങ് വായിച്ചു. അവന്റെ ഭാര്യ വിധവയായി തീരട്ടെ, അവന്റെ മക്കൾ തീണ്ടി നടക്കണ്ടേ, അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ കൊച്ചുങ്ങൾ തല്ലാതിരുന്നത് ദൈവകൃപ. ആ സങ്കീർത്തനം തെറ്റാന്നല്ല, ആ സങ്കീർത്തനമല്ല ആ സന്ദർഭത്തിൽ അവിടെ വായിക്കേണ്ടത്. എന്നാൽ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ ശുശ്രൂഷിച്ചാൽ അതൊരു അനുഗ്രഹമാണ്. പഴയ സഭകളിലൊക്കെ പണ്ട് പോകുമ്പോൾ പഴയ സാക്ഷിക്ക് സമയം കൊടുക്കും. ഇപ്പോഴല്ലേ അധികം ഇല്ലാത്ത. അപ്പൊ പഴയ അമ്മച്ചിമാരൊക്കെ 2 ശീലി പാട്ടുമൊക്കെ പാടി സാക്ഷി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളും ഒരു പക്ഷേ പറഞ്ഞ് കാണുമായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയൊക്കെ വളരെ പ്രതികൂലമായിരുന്നു, രോഗപീഠകളിൽ വലഞ്ഞു, ശരീരത്തിന് വളരെ ക്ലേശമായിരുന്നു. ആരാധനയ്ക്ക് വരുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. എന്നാലും ഞായറാഴ്ചയാന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മനോഭാരം, ഒത്തിയും ചാടിയും തപ്പിയും തേടിയൊക്കെയാ ഇത്തറ്റം വന്നത്. ആദ്യത്തെ പാട്ട് പാടിയിട്ടും ബിമ്മിഷ്ടമായിരുന്നു, പാടാൻ വയ്യായിരുന്നു. കയറ്റവും കൂടെ കയറിയപ്പോൾ അങ്ങ് കതച്ചു, വല്ലാതായി. ഇടയ്ക്കങ്ങ് പോയാൽ എന്നാന്ന് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോഴാ പാസ്റ്റർ ഒരു സങ്കീർത്തനം വായിച്ചു, ശുശ്രൂഷിച്ചു, അതെന്നെ ധൈര്യപ്പെടുത്തി. അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 46 സങ്കീർത്തനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവും. കഷ്ടങ്ങളിൽ ഒരാഴ്ച മുഴുവൻ പീഡകളിൽ കൂടിയും പ്രതികൂലങ്ങളിൽ കൂടിയും പോരാട്ടങ്ങളിൽ കൂടി പോയി ദൈവമക്കൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കാൻ കൂടി വരുമ്പോൾ ദൈവദാസൻ പ്രാർത്ഥിച്ച് ഒരുക്കിയ ദൂത്, അങ്ങനെയൊക്കെ അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. എന്നാലും വായിപ്പ കുറെ വട്ടന്മാരിറങ്ങിയേച്ച് പറയാം അതൊന്നും വായിക്കരുതെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. അല്ല ഇപ്പൊ എന്നാ ചെയ്യാൻ? എന്തായാലും ഇന്ന് രാത്രി നമ്മൾ 10-ാം സങ്കീർത്തനം 2-ാം വാക്യമാണ് കുറുവാക്യം. ആ 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ് ചിന്തക്കെടുത്തിരിക്കുന്നത്. സഹോദരി ഒന്നുകൂടെ വായിച്ചു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. അതാണ് സ്വയമായിട്ട് നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിക്കപ്പെട്ടു. നമ്മൾ ആരെയും പിടിക്കണ്ട, ആരെയും പിടിപ്പിക്കുകയും വേണ്ട, പിടിക്കാനുള്ള സൂത്രമൊന്നും ഒപ്പിക്കുകയും വേണ്ട. ടൈമാകുമ്പം സൂക്ഷം ചെന്ന് പിടിക്കപ്പെട്ടോളും. ഉപായം നിരൂപിക്കുന്നവരെ, സൂത്രം ഒപ്പിക്കുന്നവരെ, തന്ത്രങ്ങൾ മെനയുന്നവരെ സൂക്ഷം. ഈ വേറെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കറിയാം, കുഴി കുടിക്കുന്നവൻ കുഴിക്കകത്ത് വീഴും. അങ്ങനെ കുടിക്കുന്നവൻ. ഒന്ന് വായിച്ച 26-27 സദൃശവാക്യം. 26-27 കുഴി കുടിക്കുന്നവൻ അതിൽ തെറ്റിക്കരുത്. എൻ്റെ ഇംഗ്ലീഷ് ബൈബിളാ, ഞാനും കുഴയും, കൃത്യം വായിച്ചോണം. കുഴി കുടിക്കുന്നവൻ സൂക്ഷം അതിൽ വീഴും. നീ കൂട്ട സഹോദരന് വിരോധമായിട്ട് കുഴി കിടിച്ചാൽ സൂക്ഷം നീ ആ കുഴിക്കകത്ത് വീഴും. കൂട്ടുവേലക്കാരന് വിരോധമായി ഞാനോ നിങ്ങളോ കുഴി കുടിച്ചാൽ സൂക്ഷം ആ കുഴിക്കകത്ത് ഞാനും നിങ്ങളും വീഴും. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരേലും ആവശ്യമില്ലാത്ത കുഴിയെല്ലാം കുടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കുഴിയെല്ലാം മൂടുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ സൂക്ഷം ആ കുഴിക്കകത്ത് എന്ന്. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ. ഇതിനോട് ചേർന്ന് നിങ്ങളെ 57-ാമത്തെ സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചേ. 57-6. അവരെന്റെ കാലടികൾക്ക് അവരൊരു വല വിരിച്ചു. എന്റെ മനസ്സ് അങ്ങനെയൊക്കെ വല വിരിക്കുകയും കുഴി കുടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, ചിലപ്പോൾ മനസ്സൊക്കെ ഇടിയാൻ സാധ്യത
ഉണ്ട്. എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. അടുത്തത്, അയ്യോ അവരെന്റെ മുമ്പിൽ ഒരു കുഴി, മുൻപിലാ എന്ന് പറഞ്ഞാൽ ചെന്ന് അതിനകത്ത് വീഴാൻ വേണ്ടിയാ. പുറകിലാ കുടിച്ചെങ്കിൽ നമ്മൾ മുന്നോട്ടങ്ങ് പോകുമല്ലേ, വിഷയമില്ല. മുന്നിൽ കുടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കറിയാം സൂക്ഷിച്ച ഇതിലേ കൂടെ വരുന്നേ, സൂക്ഷിച്ച അവൻ അതിനകത്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയാന്നോ അതോ സ്തംഭിച്ചിരുന്നതാണോ അതോ തിരിയാനിട്ടിരിക്കുകയാണോ? നമ്മൾ ഇന്ന് രാത്രി ശാന്തമായിട്ട് ദൈവവചനമാ ധ്യാനിക്കുന്നത്. ഈ വചനം കടന്നു വന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. എന്റെ അഭിപ്രായം പറഞ്ഞാൽ നാം ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് വചനം കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്യും. തലമുറകളായിരിക്കുന്ന ഇടത്ത് ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആരേലും രോഗികളായി ആശുപത്രികളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ വചനം അയച്ച് അവൻ ദൈവം വിടുവിക്കും. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഈ ഇഷ്ടമുള്ളതൊക്കെ നിവർത്തിക്കുമെന്നാണ്. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. അപ്പൊ അവരെന്റെ മുൻപിൽ ഒരു കുഴി കുടിച്ചെന്താ. അടുത്ത വാക്യം, അയ്യോ അതിൽ അവര് തന്നെ വീണു. അയ്യോ അവരാരാ? കുഴി കുടിച്ചവരാരാന്നാ ദാവീദ് പറഞ്ഞ. അതിന്റെ 3-ാം വാക്യം വായിച്ചേ. അതായി കക്ഷികൾ ആരാ? വിഴുങ്ങാൻ ഭാവിക്കുന്നവര്. കണ്ടാൽ ഇവര് വിഴുങ്ങും. വിഴുങ്ങാൻ ഭാവിക്കുന്ന അവർ ധിക്കാരം കാട്ടുമ്പം അപ്പം വിഴുങ്ങാൻ ഭാവിക്കുന്നവര്. വായിക്കണ്ട, അടുത്ത വാക്യത്തിലുണ്ട്, ഞാൻ സിംഹങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കടിച്ചു കീറുവാൻ, പറിച്ചു കീറുവാൻ, വകവരുത്തുവാൻ നോക്കുന്നവരായി ഇവര്. നാടൻ ഭാഷ പറഞ്ഞ നമുക്ക് ഗുണം വരുത്താൻ നോക്കുന്നവരല്ല, നമ്മളെ കടിച്ചു കീറാൻ നോക്കുക സിംഹങ്ങൾ. അടുത്ത വാക്യത്തിലുണ്ട്, പല്ലുകള്, കുന്തങ്ങൾ, വസ്ത്രങ്ങൾ, നാവ്. ഈ ടൈപ്പ് ആൾക്കാരാ. അപ്പൊ ധിക്കാരം കാട്ടുന്നവര്, വിഴുങ്ങാൻ ഭാവിക്കുന്നവര്, സിംഹ സദൃശന്മാര്, ഇങ്ങനെയുള്ള കക്ഷികളാണ് നമുക്കെതിരെ കുഴി എന്ന് പറഞ്ഞ. ചെറിയ കക്ഷികളല്ല കുഴി, ചെറിയ ആൾക്കാരൊന്നുമല്ല കുഴി കുടിച്ചേക്കുന്നു. അപ്പൊ ഇതിന്റെ നടുവിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ഇരിക്കണം. സ്തോത്രം. മറുപടിക്ക് പോകരുത്, എതിർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്, ഉതയ്ക്കാൻ പോകരുത്. ദൈവപാദപീഠത്തിൽ മുഴങ്കാലം അടക്കണം. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലിരിക്കുക. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ജീവിക്കുന്ന, നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ഉപവാസ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞത് കൊണ്ട് ആ നിലയിൽ നമുക്ക് വചനം ചിന്തിക്കുന്നതാണ് നല്ലത്. ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ കുഴി കുടിച്ച് നമ്മെ തകർക്കുവാൻ പദ്ധതിയിടുന്ന ജനത്തിന്റെ നടുവിൽ ദൈവമക്കൾ തളർന്നു പോകരുത്. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവര് തന്നെ പിടിപെട്ട. അങ്ങനെ പിടിപെട്ട 1-2 പേരെ നമുക്കൊന്ന് ചിന്തിക്കാം. നിരൂപിച്ച ഉപായങ്ങളിൽ, സൂത്രങ്ങളിൽ അവര് തന്നെ പിടിപെട്ടു. നിങ്ങൾക്കെല്ലാം അറിവുള്ള ഭാഗമാണ്. 1 ശമൂവേലിന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 18-11. കത്തുവാനല്ലോ, കുത്തുവാൻ. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചും കൊണ്ട് ശൗല് കുന്തം ഇങ്ങനെ ചാടിച്ചു, അല്ലേ ചാണ്ടി. കുട്ടനാണ് ശൈലി ചാണ്ടി എന്നാ, ചിലടത്ത് ചാടിച്ചെന്നാ, ചിലടത്ത് ചാടി. എന്തുവായിക്കോട്ടെ, കുന്തം എടുത്തു. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. ദാവീദിനെ വക വരുത്തുവാൻ ശൗൽ കയ്യിൽ കുന്തമെടുത്തു. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇസ്രായേലിൽ ഒരുവൻ രാജാവായാൽ രാജാവ് ചെയ്യേണ്ട കടമയുണ്ട്. അതിന് രാജധർമ്മം എന്നാ എഴുതിയിരിക്കുന്നത്. രാജധർമ്മം. ഇസ്രായേൽ ഒരുവൻ രാജാവായാൽ രാജാവ് ചെയ്യേണ്ട കടമകൾ രാജധർമ്മം. അല്ല, രാജധർമ്മം വായിച്ചു കേൾപ്പിക്കണം. ആ രാജധർമ്മം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ, വർത്തിക്കാൻ. 1, ആ നാട്ടിലെ പുരോഹിതരാകുന്ന ലേവ്യരെ കൂട്ടുവരുത്തി ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ്
കയ്യിൽ സൂക്ഷിക്കണം. പക്ഷെ ഇങ്ങനെയുടെ കയ്യിൽ ഇപ്പൊ എന്നാ ഇരിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് ആ കയ്യിലിരിക്കേണ്ടത്. എന്റെ ഭാഷ പറഞ്ഞ അതെല്ലാം എടുത്ത് കനാലിൽ കളഞ്ഞു, എന്നിട്ട് കുന്തമായിട്ട് ഇനി നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ ആ 10-11 വാക്യം പഠിച്ചാൽ ആത്മീകനും ജഡീകനും വ്യത്യാസം കാണാം. ദാവീദ് ആത്മീകൻ, ശൗല് ജഡീകൻ. നമ്മുടെ പെന്തിക്കോസുകാരുടെ ഭാഷ പറഞ്ഞാൽ കൊണപ്പെട്ടവനും കൊണപ്പെടാത്തവനും. നമുക്ക് പെന്തിക്കോസ് ഭാഷ ഉണ്ടില്ലേ? ഇന്ന് പകൽക്കാലം, ഈ നമ്മുടെ പെന്തിക്കോസ് ഭാഷ, ഈ രാത്രികാലം, കൊട്ടാരക്കരയിൽ നിന്ന് വരും അളവിൽ, ഇതൊക്കെ നമ്മുടെ ഭാഷയാണ്. കാവാലത്തിന്റെ മോളെ എവിടെ പോവാ? മോളെ കുഞ്ഞ എവിടെ തേടി? കാവാലത്തിന്റെ പ്രദേശത്ത് നിന്ന് ഈ വടകോടിന്റെ പ്രദേശത്ത് വരുവാൻ തക്കവണ്ണം, അത് പെന്തിക്കോസ് ഭാഷ. കാവാലത്തിൽ നിന്ന് വടകോട് വന്നെന്ന് പറഞ്ഞാൽ മതി, സമയവും ലാഭിക്കാം. പറയുകയല്ല, നമ്മുടെ ചില ശൈലികളുണ്ട്. ആട്ടെ, അത് പെന്തിക്കോസ് ഭാഷയല്ല. കൊണപ്പെട്ടവനും കൊണപ്പെടാത്തവനും. അപ്പൊ ആത്മീകനും ജഡീകനും, അല്ലെ കൊണപ്പെടനും കൊണപ്പെടാത്തവനും. ആ 10-11 വാക്യത്തിൽ രണ്ടുപേരെയും തെളിയുന്നുണ്ട്. കൊണപ്പെട്ടവന്റെ കയ്യിൽ എന്തുവാ, കൊണപ്പെടാത്തവന്റെ കയ്യിൽ എന്തുവാ? വായിച്ചേ 10-ാം വാക്യം. പക്കൽ നിന്നൊരു ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു, അവൻ അരമകത്ത് ഉറഞ്ഞു പറഞ്ഞു. അടുത്ത വാക്യം ദാവീദ് പതിവ് പോലെ. അപ്പൊ ദാവീദിന്റെ കയ്യിൽ എന്തുവാ? കിന്നരം. ശൗലിന്റെ കയ്യിലോ? കുന്തം. കണ്ടോ, ഗുണപ്പെട്ടവനും ഗുണപ്പെടാത്തവനും, ആത്മീകനും ജഡീകനും വെളിപ്പെടുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചു നോക്കുവൊന്നും വേണ്ട. ഭാര്യാപര യോനാച്ചനെ കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിച്ചു നോക്കണം. ഇതിൽ എത്ര ആത്മീകനുണ്ട്, എത്ര കൂടുതൽ കുഞ്ഞുഞ്ഞിനെ കിട്ടുമോ? അല്ലെ തലപിടി കുഞ്ഞുഞ്ഞ്, എടത്തുവാ കുഞ്ഞുഞ്ഞ്, അഞ്ചൽ ജോർജ് കുട്ടി, ML ജോർജ് കുട്ടി, മിന്നൽ ജോർജ് കുട്ടി, ഇതൊക്കെ പഴയ പ്രവാചകന്മാരാ. കേട്ടിട്ടില്ലേ? പിന്നെ എന്നാ കലൈവര് തന്നമാമയെ കൊണ്ട് കൊച്ചമ്മ മരിച്ചു പോയി. അല്ല എന്നാലും മാങ്ങാനും ജോസഫ് അതൊക്കെ പോയി. 10 ചിറ യോനാച്ചൻ പഴയ കക്ഷികളാ, അതെല്ലാം പോയി. അന്ന് നമുക്ക് ലോക പ്രശസ്ത പ്രവാചകൻ സാമച്ചായനെ കൊണ്ടുവരാം. ഇല്ല, വണ്ടി നമ്പർ പറഞ്ഞ് ടിജോയെ ഇറക്കാം. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? ഒത്തോൺ തന്നെ ആക്കുകയാണോ? എടാ, ടിജോയെയും കൊണ്ടുവരണ്ട, ബിജോയെയും കൊണ്ടുവരണ്ട, കാവാലത്തിനെയും കൊണ്ടുവരണ്ട, കേസിയോണിനെയും കൊണ്ടുവരണ്ട, വത്സനപ്രകാമിനെയും കൊണ്ടുവരണ്ട, സാം ജോർജിനെ ഒരുത്തരെയും കൊണ്ടുവരണ്ട. പുസ്തകം വായിച്ചാൽ മതി. ആത്മീകൻ ഏതാ ജഡീകനാണെന്ന് തിരിയും. ആത്മീകന്റെ കയ്യിൽ കിന്നരം, ജഡീകന്റെ കയ്യിൽ കുന്തം. സഭായത്തിന് നീ കുന്തമായിട്ടാണോ വരുന്ന, കിന്നരമായിട്ടാണോ? നിങ്ങൾ തീരുമാനിക്കും. ഞായറാഴ്ച 10 മണിക്ക് നീ കുന്തവുമായിട്ടാണോ ഇറങ്ങുന്നത്, അതോ കിന്നരവുമായിട്ട്? കിന്നരം ആരാധിക്കാനുള്ളതാ. കുന്തം അടുത്തിരിക്കുന്ന പള്ളെ കയറ്റാനാ. ഏതാണ്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. കയ്യും കാലും ഒന്നും പൊക്കണ്ട. എന്റെ ഒരു അഭിപ്രായം അഭിപ്രായമാ. ഞായറാഴ്ച ഒരു 80% ആൾക്കാരുടെയും കയ്യിൽ, സത്യം പറഞ്ഞു, ഒന്നും പേടിക്കുമൊന്നും വേണ്ട. ഞാൻ പ്രാർത്ഥിച്ച് ബലപ്പെടുത്താം. കുന്തമാ, കുന്തമാ. നിന്റെ കയ്യിൽ കിന്നരമേ കാണാവൂ. നിന്നെ പരിശോധിച്ചാൽ ആരാധന മാത്രമേ കാണാവൂ. സ്തോത്രം. സ്വർഗം കുനിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ കുന്തം കാണരുത്, കയ്യിൽ കിന്നരമായിരിക്കണം. ആരാധനയ്ക്ക് വരുമ്പോൾ ജീവിതത്തിൽ കിന്നരം വായിച്ചോണം. അത് പതിവ് പോലെ എഴുതിയേക്കുന്നത്, അങ്ങനല്ലേ? സൺഡേ മാത്രമല്ല. സിസ്റ്റർ വാക്യം ഒന്നുകൂടെ വായിച്ചേ. പതിവ് പോലെ. സൺഡേ മാത്രമല്ല കിന്നരം, മണ്ടേലും കിന്നരമുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് വശമില്ല. മണ്ടേ കഴിഞ്ഞ ആ ചൊവ്വാഴ്ച, തിങ്കളും ചൊവ്വായും ബുധനും വ്യാഴവും വെള്ളി എല്ലാം കിന്നരമാ. ഞായറാഴ്ച കിന്നരമാ. ഇത് ഇന്ന് സൺഡേ മാത്രം കിന്നരം, മണ്ടേ കുന്തം, വെനസ്ഡേ പാര, ഫ്രൈഡേ ടോർപിഡോ,
ചൊവ്വാഴ്ച ബോംബ്. എവിടാ ചൊവ്വാഴ്ച എവിടാന്ന് എന്നോട് ചോദിക്കരുത്, അതൊന്നും പറയണ്ട. തല്ലുകൊള്ളും. ഞാൻ എന്നെ പിന്നെ ഇതിനായിട്ട് ഇട്ടിരിക്കുന്ന ഞാൻ കൊണ്ടോളാം. അച്ചായൻ വെറുതെ കൊള്ളണ്ട. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ കയ്യിൽ ആമ കിന്നരം മാത്രമേ കാണാവൂ. ഏത് വിഷയത്തിന് നടുവിലും ആരാധിച്ചോണം. ഏത് വിഷയം വന്നാലും പ്രാർത്ഥിച്ചോണം. ഏത് വിഷയം വന്നാലും മുഴങ്കാലിൽ ഇരുന്നോണം. ഏത് വിഷയങ്ങൾ വന്നാലും സ്വർഗത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കൃപ, കൃപ. വചനത്തിൽ കൂടിയുള്ള വിടുതൽ, വചനപ്രകാരമുള്ള വിടുതൽ, വചനത്തിൽ കൂടിയുള്ള വിടുതൽ, വചനത്തിന്റെ ശക്തിയുള്ള വിടുതൽ. എല്ലാ മണ്ഡലത്തിലും ഇന്ന് രാത്രി വിടുതൽ വെളിപ്പെടട്ടെ. കുടുംബാന്തരീക്ഷത്തിൽ, ശുശ്രൂഷയിൽ, ജീവിത മേഖലകളിൽ, ആത്മിക മണ്ഡലങ്ങളിലല്ല വചനത്തിന്റെ വിടുതൽ വെളിപ്പെടട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും ഏറിയുയരുമ്പോൾ, ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും ഏറിയുയരുമ്പോൾ, എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുക്കുമ്പോൾ, എന്റെ ശത്രുക്കൾ മുൻപാകെ എന്നെ വഴി നടത്തുന്നു. എന്റെ ഈ മരുയാത്രയിൽ കാലടിയാകാതെ ഓ എന്നെ വഴി നടത്തുന്നു. എന്നെ കരമയ്യർത്തി ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ ഇവിടെ ആത്മീകനും ജഡീകനും വെളിപ്പെടുക. ആത്മീകന്റെ കയ്യിൽ കിന്നരം, ജഡീകന്റെ കയ്യിൽ ഈ കുന്തമൊക്കെ കയ്യിൽ വെച്ച് പുള്ളി ഇങ്ങനെ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറയുക. അരമനയ്ക്കകത്ത് ഈ വിവേചനമില്ലാത്ത ആൾക്കാരാണ് പറയും, തിരുമേനി ആത്മാവില്ല, പിച്ചുംഭ്രാന്തമായി പറയുന്നേ. അല്ല, നല്ല കാര്യമൊന്നും നല്ല കാര്യമാണ്. സ്തോത്രം കല്ലേരിക എന്നാ പറയുന്നത്. അവനെ തട്ടട, മറ്റവനെ കുടിക്കകത്തിടണ, അവന്റെ പള്ളക്ക് മലപ്പുറം കത്തി കയറ്റട. ഇതൊക്കെ പുള്ളി അരമനയ്ക്കകത്ത്. ഇവനെ ഇനി ആത്മീക ലോകത്ത് കണ്ടുപോകരുത്. ഇവനെ നമുക്ക് ഒതുക്കണം. ഇവനെ നമുക്ക് പിള്ളേരുടെ ഷെഡി കയറ്റണം. ഇതൊക്കെയാ പുള്ളി അരമനയ്ക്കകത്ത് ഉറഞ്ഞു. അയ്യോ, ഇത് നിങ്ങൾ പാരം പണ്ട് ശാശാന്ന് ഭൂതം കയറി. ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു ദുരാത്മാവ് ദൈവം അനുവദിച്ചിട്ടേക്ക് ഒരു ദുരാത്മാവ് വന്നു. ഇങ്ങനെ ഇതൊക്കെ ഈ കുന്തമെടുക്കാനും ദാവീദിനെ കുത്താനൊക്കെ പദ്ധതി. അതിന്റെ പിമ്പിലെ കാരണമുണ്ട്. ഈ 17-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാം. ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ ദാവീദ് കൊന്നു. പഴയ നിയമകാലമാ. പല്ലിന് പകരം പല്ലും, കണ്ണിന് പകരം കണ്ണും. ആ ചിന്തയെ വേണം ഈ ഭാഗം ചിന്തിക്കാൻ. അപ്പോൾ ഗോലിയാത്തിനെ ഒരു കല്ലും കവണയിൽ വെച്ച് വീശി. ഈ കല്ലെടുത്ത് കവണയിൽ വീശി, വെച്ചോടനെ എറിഞ്ഞില്ല, വെച്ചൊന്ന് വീശി. സഹോദരി, ആ വാക്യം കണ്ടോ? ഉറക്കവായിര്. ആ മിനിസമുള്ള 5 കല്ലെടുത്ത് ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ട് അടുത്ത് ഫെലിസ്ത്യനോട്, ഫെലിസ്ത്യനും അടുത്തു. വായിര്. ആയിക്കോട്ടെ. പരിചയം കാണും. കുറെ നാളായിട്ട് കൂടെ നടക്കുന്നതുകൊണ്ട് ഇച്ചിരി പരിചയമൊക്കെ കാണാം. അത് വിഷയമല്ല. അടുത്ത വാക്യം വായിച്ചു.
അപ്പൊ താനോട്ട് പഠിച്ചു വരുമ്പോൾ ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ചുടനെ എറിഞ്ഞില്ലേ, വെച്ചിട്ട് വീശി. അതാ കല്ലെടുത്ത് കവണയിൽ വെച്ചുടനെ എറിഞ്ഞില്ല, വെച്ചൊന്ന്. അത് എന്റെ ഭാഷ പറഞ്ഞ ശുശ്രൂഷ കിടയാത്ത അണ്ണയത്താണ്. വെച്ച ഉടനെ അങ്ങ് എറിയ കൊള്ളുകയല്ല. വന്നിരുന്ന ഉടനെ ിക്കുന്നു ആരെയാണോ, അതിനൊക്കെ ഒരു ഉണ്ടല്ലോ അതിന്. കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശുക മാത്രമല്ല, വീശി വെച്ച് ഉന്നം പിടിച്ചു. ഉന്നം പിടിച്ചത് സൂക്ഷം ഗോലിയാത്തിന്റെ നെറ്റിക്കാ ഉന്നം പിടിച്ച്. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. ഉറക്ക വായിച്ചോ. ഫെലിസ്തീൻ വന്നിട്ടില്ല, അങ്ങ് ഉറക്ക വായിച്ചു. ഫെലിസ്തീന്റെ നെറ്റിക്കിട്ട, അപ്പൊ ഉന്നം പിടിച്ചത് നെറ്റിക്കിട്ട. കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി അവന്റെ നെറ്റിക്കിട്ടെ. കാരണം അവൻ നല്ല നെടുപ്പത്ത് നിൽക്കുക. ആരാ? ഗോലിയാത്ത്. വായിച്ച 17:4 അവന്റെ നെടുപ്പം. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്ത് നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നാൽ 6 മുഴം ഒരിഞ്ഞാൽ നെടുപ്പ്. അവന്റെ തലയ്ക്ക് വലിയ താമര ശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ശെക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന് കാച്ചട്ട് ഈ ചുമലി താമര കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പതടി പോലെയായിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശെക്കൽ ഇരുമ്പ്. ഒരു പരിചക്കാരൻ അവന്റെ മുൻപിലുമുണ്ട്. അപ്പൊ 6 മുഴം ഒരിഞ്ഞാൽ നെടുപ്പമുള്ള ഒരുത്തൻ, നല്ല നെടുപ്പമാണ്. നമ്മുടെ മലയാള അടിക്കണക്കനുസരിച്ച് 9 അടി വേളി വരും. ഇത് എത്രയാ? 10 അടിയാണ്. നല്ല നെടുപ്പ് കൊടുത്തു. ഇനി അത് പറഞ്ഞൊരു തർക്കമൊന്നും വേണ്ട, എത്രയും ആയിക്കോട്ടെ. ഇനി അത് പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞത് 10 അടിക്ക് പണിയണമെന്ന്. അവൻ കാരണം ഈ 9 കൊണ്ട് പ്രശ്നം ഉണ്ടാകും. അപ്പൊ 6 മുഴം ഒരിഞ്ഞാൽ നെടുപ്പമുള്ളെടുത്തു, നല്ല നെടുപ്പമാണ്. ദാവീദ് അത്ര നെടുപ്പമില്ല. അതുകൊണ്ട് കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഇങ്ങനെ നോക്കി അവനെ നെറ്റിക്കിട്ട് ഉന്നം പിടിച്ചിട്ട് ഒറ്റ ഏറ് നെറ്റിക്കിട്ട് സൂക്ഷം കല്ല് നെറ്റിയെ കൊണ്ട്, മുട്ടയെ കൊണ്ടില്ല. വായിച്ചേ, അവന്റെ നെറ്റിക്കിട്ട് തന്നെ കൊണ്ട്. അതാ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് ഒരു ലക്ഷ്യം വേണം. ചുമ്മാ ആകാശത്ത് മുഷ്ടികുത്തം ചെയ്താലും നോക്കത്തില്ല. ശുശ്രൂഷയ്ക്ക് ലക്ഷ്യം വേണം. ചില ദീർഘവർഷങ്ങളായിട്ട് എറിയുക. ഇന്ന് വരെ ഒരു കല്ല് ഗോലിയാത്തിനിട്ട് കൊണ്ടിട്ടില്ല. കീർവാണം പറയും, ഞാൻ 48 വർഷമായിട്ട് ഈ ശുശ്രൂഷയുടെ മുഖത്താ ഇന്ന് വരെ ഒരു ഏറ് കൊണ്ടിട്ടില്ല. ഏറ് കൊണ്ട് നിന്റെ ഊപ്പാട് വന്നതല്ലാതെ. ലക്ഷ്യം വേണ്ടേ? അപ്പൊ കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി അവന്റെ നെറ്റിക്കിട്ട് ഉന്നം പിടിച്ചു. സൂക്ഷം കല്ല് നെറ്റിക്കൊണ്ട് അവൻ കവണ് വീണു. കവണ് വീണോടനെ ഫോട്ടോ എടുത്ത് ലൈക്ക് അടിക്കുകയല്ല, അത് അറിയിക്കാവുന്നവരെയല്ല. ഇതാണ് ഇപ്പോൾ ഞാൻ കല്ലുമായിട്ടാണ് ബ്രദർ ദാവീദ് ഇന്റർവ്യൂക്കാര് ബ്രദർ ഡേവിഡ് നേരത്തെ ഇതുപോലത്തെ ഏറോ ബില്ലു അങ്ങനത്തെ ഒരു കാലമാണ്. ഒരഭിമുഖവും ഇല്ല. കാരണം ഇത് ശുശ്രൂഷയാണ്. അത് ദൈവം തന്നതാണ്. അത് ദൈവത്തിന് അങ്ങ് നന്ദി പറഞ്ഞോണ്ടാ മതി. ദൈവത്തിന് സ്തോത്രം ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഏറ് കൊണ്ട് അവൻ കവിണ് വീണോടനെ ഒട്ടും അമാന്തിച്ചില്ല. എന്റെ ഭാഷയല്ല, വാക്യത്തിന്റെ അടിസ്ഥാനത്തില ഓടി അങ്ങോട്ട് ചെന്ന് എന്റെ ഭാഷ പറയുക, അവന്റെ നെഞ്ചത്ത് കയറി അവന്റെ ഉറയിൽ നിന്ന് ഗോലിയാത്തിന്റെ വാൾ ഊരി അവന്റെ തലയും വെട്ടി. ഇതാണ് കാൽവറിയിൽ നടന്നത്. 40 ദിവസമായി ഇവൻ വെല്ലുവിളിക്കുക, കൊല്ലും കൊല്ലും കൊല്ലും, തന്റെ ഇടമുള്ളവൻ വാന്നും പറഞ്ഞു. 33-ാം അധ്യായത്തിൽ തുടങ്ങിയതാ മരണഭീതി. പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായം സെമിത്തേരിയുടെ അധ്യായമാണ് പറഞ്ഞത്. ആദാം മരിച്ചു, ശേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കേനാൻ മരിച്ചു, മഹലലേൽ മരിച്ചു, യാരദ് മരിച്ചു, മെഥൂശലഹ് മരിച്ചു, ലാമക്ക് മരിച്ചു, നോഹ മരിച്ചു 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 കൊണ്ടാ പേടിപ്പിക്കുന്നത്. പിന്നെ മുഴുവൻ അങ്ങ് മരണഭീതിയാണ്, വിവരിക്കുന്നില്ല. എന്നാൽ യേശു അവന്റെ വാള് തന്നെ എടുത്ത് അവനെ തകർത്തത്. മരണഭീതി വിതച്ച് മാനവ ജനതയെ മുഴുവൻ മരണഭീതിയിൽ അടിമപ്പെടുത്തി കിടത്തിയ പിശാചിനെ യേശു തന്റെ മരണത്താൽ അവന്റെ ആയുധവർഗത്തെ വെപ്പിച്ച് അവന്റെ മേൽ യേശു ജയം കൊണ്ടാടി.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് കാൽവറിയിൽ നടന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ പയ്യനെ ഇവന്റെ തലയും ഗോലിയാത്തിന്റെ തലയായിട്ട് വന്നപ്പോ ശൗല്, ഈ അഭിഷേകം ഒന്നുമില്ല വ്യായ, എന്നാലും ശൗല് ചോദിച്ചു, അബ്നേര് ഈ പയ്യൻ ഏതാന്ന് ചോദിച്ചു. അപ്പൊ അബ്നേര് പറഞ്ഞു, അത് ഇശായിയുടെ ഇളയ ചെറുക്കൻ, നമ്മുടെ ബൈബിൾ സ്കൂളിലാകുമ്പോ പഠിച്ചേ. അപ്പം അബ്നേര് പറഞ്ഞു, അച്ഛാ നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതല്ലാണ്ട് അങ്ങേ മലയിൽ നിന്ന് രക്തം ചെയ്യാം, കാൽവറി രക്തം, വിക്ടറി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പെരുവരിലെ പൊങ്ങുന്നതല്ലാതെ ഉടനെ ശൗല് ചോദിച്ചു, ആ പയ്യന് ഓർഡിനേഷൻ കിട്ടിയതാണോ? അന്നേരം പറഞ്ഞു, ഓർഡിനേഷൻ ഒന്നും അല്ലതാ. ഓർഡിനേഷൻ കിട്ടിയ പുള്ളിയാണ് സങ്കീർത്തനം 4 പ്രാവശ്യം തെറ്റിച്ചു. പെണ്ണിനോട് പറയേണ്ടത് ചെറുക്കനോട് പറഞ്ഞു കൊടുത്ത് കല്യാണത്തിന്, ചെറുക്കനോട് പറയേണ്ടത്. പിന്നെ പെണ്ണും ചെറുക്കനും അല്പം ബോധമുള്ളതുകൊണ്ട് അവരത് പരുവത്തിന് ഓർഡിനേഷൻ കിട്ടിയ ചിലര്, എല്ലാവരും അല്ല. നമ്മുടെ ഒരു ദിവ്യദാസം കല്യാണത്തിന്, ചെറുക്കൻ്റെ കല്യാണം മാതാലയെന്ന് അവരും പോയിട്ടുണ്ട്. ഓർഡിനേഷൻ കിട്ടിയ പാസ്റ്ററാ. എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരും അങ്ങനെയല്ല. ചില വെളിവുകേടുള്ളതുണ്ടെന്നാണ്. വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പുള്ളി പ്രാർത്ഥിക്കാൻ ഒരു പാട്ട് പാടി. പാട്ട് തെറ്റാന്നല്ല, ആ പാട്ട് അന്നേരം പാടാമോ? ബോംബ് ഭൂമിയെ പിളർക്കും നേരം നീ ഒളിക്കുക. നാളെ നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, നടന്ന കാര്യമാണ്. കുറെ പേര് റബ്ബർ തോട്ടത്തിൽ കൂടെ ഓടി ചിരിച്ചോണ്ട്. എങ്ങനെ ചിരിക്കാതെ? ബോധക്കേടുള്ളതുകൊണ്ട്. അപ്പൊ ഈ ശൗല് ചോദിച്ചു, അബ്നേരേ ഈ പയ്യനേതാ? അത് ഇശായിയുടെ ഇളയ പയ്യൻ. നമ്മുടെ ബൈബിൾ സ്കൂളിലാണോ? തിരുമേനി അവൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചതൊന്നും അല്ല, അഡ്മിഷൻ കൊടുത്തില്ലായിരുന്നു. പിന്നെ എന്നാർക്കായിരുന്നു? നാടിന്റെ തീറ്റിലായിരുന്നു. ഓർഡിനേഷനോ? ഓ, അവനാരും ഓർഡിനേഷൻ കൊടുക്കുകയല്ല. അതൊക്കെ കാശുള്ളവർക്ക് വിമാനത്തെ വെച്ച് തന്നെ അങ്ങ് കൊടുക്കുക. അവിടെ വെച്ച് തന്നെ താഴോട്ടിറങ്ങണ്ട കുഞ്ഞുഞ്ഞെ, നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാശ് ഇങ്ങോട്ട് ഇട്ടാൽ മതി. പണ്ട് നമ്മുടെ കാനലീലാമ്മ പറയായിരുന്നു, ഒരാളെ പറ്റി പറഞ്ഞു, അയ്യോ അവനത് വിമാനപരമാണെന്ന് പറഞ്ഞു. പേർഷ്യയിൽ ഒന്നിച്ചാ പോയത്. അവിടെ ചെന്നപ്പോ ഇവൻ പ്രവചിച്ചെന്ന് ലീലാമ്മക്ക് ചെന്ന് കേട്ടു. അവനെ നന്നായിട്ട് അറിയാം. എന്നിട്ട് അവൻ അവിടെ ചെന്നിറങ്ങിയപ്പോ പ്രവചിച്ചു. അപ്പൊ പുള്ളിക്കാരി സരസമ, അത് വിമാനപരം കിട്ടി, വിമാനത്തെ കയറുമ്പോൾ മരം ഉണ്ടാകും. ഓർഡിനേഷൻ കിട്ടിയതൊന്നുമല്ല. സോ ഒരു കാര്യം തിരുമേനിയോട് പറയാം, അവൻ അഭിഷേകമുള്ളവനാണ്. അവന്റെ മേൽ ദൈവം അഭിഷേകം പകർന്നിട്ടുണ്ട്. അവന്റെ മേലൊരു അഭിഷേകമുണ്ടെന്ന്. എന്തിനേറെ ചുരുക്കി പറഞ്ഞാൽ, ദാവീദ് ഈ തലയെല്ലാം എടുത്ത് ഇങ്ങനെ ജയിച്ചു വന്നപ്പം ശൗലുമായിട്ട് ഇങ്ങനെ, ശൗലിന്റെ മകൻ യോനാഥാന് ദാവീദിനോട് അങ്ങ് തൃപ്തി. 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിര്. അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് അയ്യോ ഭയങ്കരമായിട്ട് അങ്ങ് പറ്റിച്ചേർന്നു. ഇത് ചേരാൻ കാര്യം ആളിന്റെ നിറമോ കുലയോ ആമൻ വാറ്റോരണയോ ആമൻ കണ്ടതല്ല, ശുശ്രൂഷ കണ്ടതാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ട കർത്തദാസന്മാരോട് പറയാ, ആരെങ്കിലും പച്ചവെള്ളം തരുന്നെങ്കിൽ 10 രൂപ തരുന്നെങ്കിൽ കുടുംബ മഹിമ കണ്ടു തരുന്നതല്ല, ആമ കഴിവ് കണ്ടു തരുന്നതല്ല, ആമ മറ്റ് യാതൊരു യോഗ്യത കണ്ടു തരുന്നതല്ല. നിന്റെ മേലൊരു അഭിഷേകമുള്ളത് കൊണ്ടാണ്. നിന്റെ മേലൊരു അഭിഷേകമുള്ളത് കൊണ്ടാ. അതുകൊണ്ട് അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. അഭിഷേകം നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിൽ പോയി ആമ ഇടപെടുകയും വേണ്ട. പ്രാർത്ഥിച്ച് ബലപ്പെട്ടോണം. അപ്പൊ ശൗല് ഈ ചെറുക്കനുമായിട്ട് സംസാരിച്ചു. പുള്ളി കോട്ടുമൊക്കെ കൊടുത്തു, അത് ഞാൻ വിവരിക്കുന്നില്ല. യോനാഥാന്റെ മനസ്സങ്ങ് പറ്റിച്ചു, സ്വന്തം പ്രാണനെ പോലെ. ഇതെല്ലാം കഴിഞ്ഞ് ഈ പുള്ളിക്ക് ഈ പ്രശ്നം ഉണ്ടാകാൻ കാര്യം, ഈ ദാവീദിന് വിരോധമായിട്ട് പുള്ളി ഈ നിരൂപിച്ച് കുന്തം കയ്യിലെടുക്കാൻ കാര്യം പുള്ളിക്ക് അസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ അവിടെ കണ്ണുകടി എന്നാണ് എഴുതിയേക്കുന്ന. കണ്ണുകടി 9-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം വായിച്ചേ, 18-ന്റെ 9-ന്റെ ഒടുവ്. കണ്ണുകടി നല്ല ചൂടിന്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അസുഖമുണ്ട്, അതല്ല. അതിന് ഇളനീർക്കുഴമ്പ് ഒഴിച്ചാൽ മതി. അത്യാവശ്യമാണ്, ചില നീറ്റലുണ്ടെന്നേ ഉള്ളൂ.
അതല്ലിത്. ഇത് അസൂയയുടെ അസൂയ. ആത്മീക ലോകത്ത് മിക്കതും അസൂയയല്ലേ? ഒരാൾ നന്നായിട്ട് ശുശ്രൂഷിക്കട്ടെ, ഉടനെ അസൂയുള്ളവരുണ്ട്. അവര് പറയും സേവയുണ്ടെന്നാ തോന്നുന്നത്. ഉണ്ടോ അസൂയ? അവിടെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഭയങ്കര അസൂയ. ഈ ശൗലിന് ദാവീദിനോട് കണ്ണുകടി എന്ന് പറഞ്ഞ അസൂയ. ഈ അസൂയ വരാൻ കാരണം എന്നാ? പക്ഷെ വരാൻ കാരണം 18-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചേ. ദാവീദ് ഫെലിസ്തീനെ സംഹരിച്ച ശേഷം ഇവര് മടങ്ങി വരുമ്പോൾ സോദരീ സമാജം തുടങ്ങി. ദാവീദ് ഗോലിയാത്തിനെ തകർത്ത് ശൗലുമായിട്ട് സംഭാഷിച്ച് യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സുമായി പറ്റിച്ചേർന്ന് ദാവീദ് ജയഭേരി മുഴക്കി ഇസ്രായേലിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അന്ന് സോദരീ സമാജം തന്നെ വായിച്ച് ബലപ്പെടുക. ഒന്നുറക്കെ വായിച്ച് 6-ാം വാക്യമായിര്. സ്ത്രീകള് അന്ന് ഒരു പ്രത്യേക ശുശ്രൂഷ, സോദരീ സമാജം. ചില സഭയിൽ പറഞ്ഞ സോദരീ സമാജം എന്നല്ല, എല്ലേ. എന്റെ ഫുൾ ഫോം ഒന്നും എനിക്കറിയത്തില്ല. എല്ലേ ലേഡീസ് എന്തേലും ആട്ടെ, ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ, ചുമ്മാ ഇരിക്കല്ലേ എല്ലാരും. സഹോദരിമാർക്കെല്ലാം ഒരു ഉണർവ് നല്ലതാ, അത് തെറ്റൊന്നുമല്ല. 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. ദാവീദ് ഫെലിസ്തീനെ സംഹരിച്ച് ഇസ്രായേലി പട്ടണങ്ങളിൽ നിന്ന് നോക്കുകയും സ്ത്രീകളെല്ലാം കൂടെ പാടിയും നൃത്തം ചെയ്തും തപ്പും തമ്പുരു. അപ്പോ തപ്പൊക്കെ എടുത്ത് ഇങ്ങനെ അടിക്കുന്നു, തമ്പുരു മീട്ടുന്നു, പാടുന്നു, നൃത്തം ചെയ്യുന്നു. സ്തോത്രം. ഏത് പാട്ടാന്നൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അടിച്ച് പാടി ഇങ്ങോട്ട് വരിക. ഈ അസൂയ വരാനുള്ള മൂലകാരണത്തിൽ ഒന്നാ, ഇവര് തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാടി വന്ന് ശൗലിനെ എതിരേറ്റെന്ന. അങ്ങനല്ലയോ സിസ്റ്ററെ? ശൗൽ രാജാവിനെ എതിരേറ്റു. അപ്പൊ ഈ സഹോദരിമാര് വളരെ പരിജ്ഞാനത്തോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ശൗലിനെ ഇവര് എതിരേറ്റത്, പക്ഷെ കൂടുതൽ കൊടുത്തത് ദാവീദിനാണ്. വായിച്ചു, അടുത്ത വാക്യം വായിച്ചു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനം. നമ്മൾ സങ്കീർത്തനമൊക്കെ സഭായത്തിന് വായിക്കുന്ന മോഡല് അങ്ങനെ ചിന്തിച്ചു. 1-ാം വാക്യം പാസ്റ്റർ വായിക്കും, 2-ാം വാക്യം വിശ്വാസികളെല്ലാം കൂടെ. ഇങ്ങനത്തെ ഒരു സംഭവമേ കേട്ടിട്ടില്ല. ഗാനപ്രതിഗാനം. അപ്പൊ ഇവര് ഗാനപ്രതിഗാനമായി പാടിയത് വായിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പുള്ളി സോദരീ സമാജത്തിന്റെ പ്രസിഡന്റ് തങ്കമാമ പാടി ശൗൽ 1000 കൊന്നു. ഉടനെ മറ്റ് സോദരീ സമാജം എല്ലാം കൂടെ ചെന്ന് ദാവീദോ 10,000. അതാ മുഴക്കം. തങ്കമാമ ഒറ്റയ്ക്കാ പാടുന്നത്. ശൗല് 1000 കൊന്നു. മറ്റേ സഹോദരിമാരെല്ലാം കൂടെ ചേർന്ന് പാടിയപ്പോ നല്ല മുഴക്കം. ഇത് കേട്ടപ്പോ തിരുമേനിക്ക അസൂയ. തിരുമേനി പറഞ്ഞു, അവരെനിക്ക് 1000 തന്നോളൂ, ദാവീദിന്. ഇതൊക്കെ അതിന്റെ മൂല കാരണം. ആത്മീക ലോകത്ത് ഇതാ. അവരെനിക്ക് 1000 തന്നോളൂ ദാവീദിന്. അപ്പൊ മൂപ്പര് തീരുമാനിച്ചു, ഇവൻ ജീവിച്ചിരുന്നാൽ എന്റെ ആയുസ് മുഴുവൻ 1000 തന്നെ നിക്കോളൂ. ഇവനെ തട്ടണം. ഇവനെ തട്ടിയാൽ മിക്കവാറും 9,000 കൂടെ എനിക്ക്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ എത്ര പേര് ഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. സ്തോത്രം. അന്ന് മുതൽ കണ്ണുകടി തുടങ്ങി. അതതിന്റെ മൂല കാരണം. കണ്ണുകടി രൂക്ഷമായി, ദുരാത്മബാധിതനായി. ഈ അസൂയം കണ്ണുകടിയൊക്കെ തുടങ്ങിയാൽ ദുരാത്മാവുണ്ട് വരും. ദുരാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രമാണം കയ്യിൽ കാണുകയല്ല, കുന്തമായിരിക്കും. രാജധർമ്മ ന്യായ പ്രമാണത്തിന് ഒരു പകർപ്പ് സൂക്ഷിക്കണമെന്നാ. അത് തട്ടി ദുരാത്മാവല്ലേ.
കൈ കുന്തമെടുത്ത് ഇങ്ങനെ ചാണ്ടുക. എപ്പ കണ്ടാലും ദാവീദിനെ കുത്തും. എന്തിനേറെ ഒത്തിരി കുത്തിയതെല്ലാം ഭിത്തിയിൽ. ദാവീദ് അങ്ങ് ഒഴിഞ്ഞു മാറി. ഞാൻ ദൈവമക്കളോട് പറയാ, ചില രംഗങ്ങളിൽ നീ അങ്ങ് ഒഴിഞ്ഞു മാറുന്ന നല്ലതാ. വേണമെങ്കിൽ ആ കുന്തം പിടിച്ചു മേടിച്ചൊരു കുത്തൊക്കെ ദാവീദിന് കുത്താം. കാരണം 144 സങ്കീർത്തനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ കൈകളെ യുദ്ധത്തിനായിട്ടും എൻ്റെ കൈകളെ പോരിനായിട്ടും എൻ്റെ വിരലുകളെ യുദ്ധത്തിനായിട്ട് അഭ്യസിച്ചു. മാത്രമല്ല, അപ്പൻ്റെ ആടുകളെ മേയിച്ചു വനാന്തരഭാഗത്തിരുന്നപ്പോൾ ഒരിക്കലും സിംഹം ആട്ടിൻകുട്ടിയെ പിടിച്ചപ്പോൾ നോക്കുന്നതിൽ ഓടിച്ചെന്ന് ഒറ്റയടിക്ക് സിംഹത്തിന്റെ മേത്താടിയും കീത്താടിയും അകത്തി വെച്ച് ആട്ടിൻകുട്ടിയെ പിടിച്ചു വാങ്ങി. ആരുമില്ലായിരുന്നു കൂടെ, ഒറ്റയടിക്ക് 1.25 അടിച്ചില്ല. ഇതുപോലെ ഒരു കരടി വന്നു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നിനെ ഒറ്റയടിക്ക് കരടിയെ ഒതുക്കി വെച്ച് ആട്ടിൻകുട്ടി. അത്രയ്ക്ക് നല്ല വീരനുമാണ്. വേണമെങ്കിൽ അമ്മായിയപ്പന്റെ കയ്യിലുള്ള കുന്തം വേണേ ഒന്ന് പിടിച്ചു മേടിച്ച് ഒരു താങ്ങാനൊക്കെ പറ്റും. പക്ഷെ ദാവീദ് ആത്മീകമായി ചിന്തിച്ചു, ഇല്ലില്ല, അവർ നിരൂപിക്കുന്ന ഉപായത്തിൽ അവർ തന്നെ പിടിപെടും. നമ്മൾ കുന്തം മേടിക്കാനും പോകണ്ട, കുന്തത്തിന്റെ ഫോട്ടോ എടുത്തു. ഇപ്പോഴാണ് ഞാൻ നിങ്ങൾ വന്ന കുന്തത്തിന്റെ ഫോട്ടോ, ബ്രദർ ഈ കുന്തം കൊണ്ടാ ഇവൻ എന്നെ ഇത്ര വലിയ കുന്തമായിരുന്നല്ലേ. ഉടനെ അടുത്ത പുള്ളി, ഈ കുന്തമായിരുന്നു ഇവൻ പണ്ട് ഉപയോഗിച്ചതും സെയിം. താഴെ കമന്റ്സ്, അങ്ങനെ കമന്റ്സ് എന്നല്ലേ, അജോയിന് ഇതൊന്നും അറിയാൻ മേലെ ഉണ്ടെന്ന്, ഇതിനകത്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് രണ്ടുപേർക്കും ഒന്നും അറിയാൻ മേലെന്നോടത്ത് എന്തെല്ലാം കമന്റ്സാ വരുന്നേ. ഉടനെ ആൾക്കാർ ആ കുന്തം എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്ക് ദാവീദ് തീരുമാനിച്ചു, ഞാൻ കുന്തം മേടിക്കാനും പോകുന്നില്ല, കുന്തത്തിന്റെ പുറകെയും പോകുന്നില്ല. എനിക്ക് കുന്തം ഇപ്പൊ പറയാൻ മേലാത്ത കാലം. നമുക്ക് പറയാം, കാരണം വേറെ പുസ്തകത്തിലെ വിഷയമായതുകൊണ്ട്. ദാവീദിന്റെ ഹൃദയത്തിലെ ചിന്ത, അവർ നിരൂപിക്കുന്ന ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെട്ടോളും. പ്രൈസ് ദി ലോർഡ്. നാളുകൾ കഴിഞ്ഞു, പിടിപെട്ടതുകൂടെ പറയാം. ഈ ദാവീദ് അങ്ങ് ഒഴിഞ്ഞൊഴിഞ്ഞു മാറി. നീ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്ന നല്ലതാ. ചിലപ്പോ അവര് പറയും, പേടിച്ചു പോയി കേട്ടോ. ആയിക്കോട്ടെ, അങ്ങനെ കേട്ടോ. അയ്യോ പേടിച്ചു കേട്ടോ. ഒന്ന് ചെല്ലു പറയും, ഇനി അനങ്ങത്തില്ല. ആയിക്കോട്ടെ, ഒത്തിരി അഭിപ്രായമൊക്കെ പറയും. തോറ്റുപോയി, ആയിക്കോട്ടെ, തോറ്റോട്ടെ. പേടിച്ചു പോയി, പേടിച്ചോട്ടെ. ഒതുങ്ങി, ആയിക്കോട്ടെ. ഷെഡിൽ കയറി, ആയിക്കോട്ടെ. ഇനി കളത്തിൽ ഇറങ്ങുകയല്ല, വേണ്ട. എന്തെല്ലാം ഡയലോഗാ, അങ്ങനെ ഇരിക്കട്ടെന്ന്. പക്ഷെ ദാവീദിന് ഒന്നറിയാം, സ്തോത്രം, അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിക്കപ്പെടും. നാളുകൾ കഴിഞ്ഞു. നിങ്ങൾ വചനം വായിച്ച് ധ്യാനിക്കുന്നവരാ. ശൗല് മരിച്ചു. ശൗൽ എങ്ങനെയാ മരിച്ചേ? എങ്ങനെയാ മരിച്ചേ? എങ്ങനെയാന്ന്? ആത്മഹത്യ. ശൗൽ എങ്ങനെയാ, എന്റെ ചോദ്യം, ശൗൽ എങ്ങനെയാ മരിച്ചതെന്ന്? വാളിന്മേൽ വീണ് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? മരിച്ചത് എങ്ങനെയാന്നാ ചോദിച്ചേ? നന്നായിട്ട് വായിക്കൂ. ആയുധവാങ്ങാൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ. ആയിക്കോട്ടെ, ശൗൽ എങ്ങനെയാ മരിച്ചെന്നാ എന്റെ ചോദ്യം. വാള് ഒത്തുകൊള്ളായിരിക്കാം. ഒത്തുകൊള്ളുമെന്നുള്ളത് ഉറപ്പാ.
ശൗൽ എങ്ങനെയാ മരിച്ചതെന്ന്? ശൗല് മരിച്ചോ? ചിലരുടെ ഇരിപ്പുണ്ട്, മരിച്ചോ? ഈ ശമൂവേലിന്റെ 1-ാം പുസ്തകം 31 പഠിക്കുമ്പോൾ 2-3 പേര് പറഞ്ഞ ആൻസർ ശരിയായിട്ട് തോന്നും. ഏതാ? ആത്മഹത്യ, അല്ലെ വാളിൽ വീണ് മരിച്ചെന്ന് തോന്നും. വായിച്ചേ 31:1 മുതൽ. എന്നാൽ പെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ പെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായിട്ട് വീണു അടുത്തത്. പെലിസ്ത്യർ ശൗലിനെ അവന്റെ പുത്രന്മാരാകുന്ന യോനാഥാൻ, അബീനാദാബ്, മെൽക്കീശുവ എന്നിവരെ വാളിന്റെ വായ്ത്തലേക്ക് വെട്ടിക്കൊന്നു. അടുത്തത് പട പരന്നു. വില്ലാളികൾ അവന് ദൃഷ്ടി വെച്ചു. വില്ലാളികൾ അവൻ വിഷമത്തിലായി. ശൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയെ അപമാനിക്കാതിരിക്കാൻ ചെയ്യേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുകാരനെ പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ശൗൽ മരിച്ചു വന്ന ആയുധവാഹകൻ കണ്ടപ്പോ താനും പോയി. പറ. അപ്പൊ ശൗല് മരിച്ചത് എങ്ങനെയാന്നാ എന്റെ ചോദ്യം. വാളിന്മേൽ വീണ് മരിച്ചു, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? നോക്കി സൂക്ഷിച്ച് വായിച്ചേ. ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു, മരിച്ചത് അങ്ങനെ. വാൾ മറിഞ്ഞു പോന്നോ? സൂക്ഷിച്ച് വായിക്കേ. ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. അതിന്മേൽ വീണു, വാൾ പിടിച്ച് അതിന്മേൽ വീണെന്ന്. മരിച്ചത് എങ്ങനെയാന്ന് എന്റെ ചോദ്യം. നിങ്ങളിപ്പോ ചിന്തിക്കുക, ഇയാള് ഞങ്ങളെ കൊന്നുവെച്ചാൽ മിക്കവാറും വേറെ പുസ്തകം വായിക്കണ്ടേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 31-ാം അധ്യായം ഓടിച്ചു വായിച്ചാൽ ശൗൽ വാൾ പിടിച്ച് അതിന്മേൽ വീണെന്ന് തോന്നും. വാൾ പിടിച്ച് വീണു, മരിച്ചില്ല. ഒന്നുകൂടെ ആ ഭാഗം വായിച്ച്. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല. അടുത്തത്, അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഒരു കുത്തേ ഉണ്ട്. അതെന്തിനാ കുത്ത്? ഇച്ചിരി സ്ഥലം കിടപ്പുണ്ടെന്നാ അതങ്ങ് നികത്തിയേക്കാം. ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത സെന്റൻസ് ആണ് ശൗൽ മരിച്ചു എന്ന് ആയുധവാഹകൻ കണ്ടു. വാൾ പിടിച്ച് വീണു, അതൊരു വിഷയം. അടുത്ത പദമാ ശൗൽ മരിച്ചു വന്ന് ആയുധവാഹകൻ കണ്ടു. അവൻ ഇതിൽ വീണതിലും മറ്റവൻ മരിച്ചത് കണ്ടതിന് ഇടയ്ക്കൊരു സംഭവം നടന്നു. അതിനാ കുത്ത്. കുത്തിനകത്തൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. 31:1 വായിച്ച്. അത് അതിന് എനിക്ക് വണക്കം വന്നില്ല, വായിച്ചോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കുത്തുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അടുത്ത സെന്റൻസ്, ഭൂമി പാഴായി ശൂന്യമായിട്ടും. അപ്പൊ വേറെ പുസ്തകം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ശ്രദ്ധിച്ചവരുമാ ഈ 2 വാക്യത്തിനിടെ എത്രയോ വർഷം വ്യത്യാസമുണ്ട്. ആദിമ ഭൂമിയും പാഴിശൂന്യമായ ഭൂമി അറിയാവല്ലോ നിങ്ങൾക്ക്. IPC-ക്കാരെ ഇതൊന്നും പഠിപ്പിക്കേ വേണ്ട. നിങ്ങളെല്ലാം പഠിച്ചിരിക്കുക. ഇപ്പൊ ഇരിക്കുന്നത് ഒക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. അപ്പം എന്ന് പറഞ്ഞതുപോലെ ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. ശൗൽ മരിച്ചു വന്ന ആയുധവാഹകൻ കണ്ടു. ഈ ചരിത്രം പറയുന്നത് വാൾ പിടിച്ച വീണത് അത് എഴുത്തുകാരൻ എഴുതിയെങ്കിലും ചരിത്ര തെളിവ് പറയുന്നത് ഇവൻ കുന്തത്തെ തന്നെ വീണു. വായിച്ചേ, ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉറക്കവായിരു. ശൗല് മരിക്കുകയും ദാവീദ് അമാലേക്ക് കരിച്ച് മടങ്ങി വന്ന് സിക്ലാഗി വന്ന് 2 ദിവസം കഴിഞ്ഞ പൊരുത്തം തലകിൽ പൂടിയെല്ലാം മാറിയിട്ട് ആ പാളയത്തിൽ നോടി ദാവീദിനെടുക്ക വന്ന് സാഷ്ടാംഗം വീണവനെ നമസ്കരിച്ചു. നീ എവിടുന്ന് വരുന്നത് ചോദിച്ചാൽ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുക എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, നീ ആരെന്ന് ചോദിച്ചതിന് കാര്യം എന്തായി പറക എന്ന് ചോദിച്ചതിന് ജനം പടകിൽ തോറ്റോടി അനേകരെ പടകിൽ പട്ടുപോയി. ശൗലുവിന്റെ മകൻ യോനാഥാനും പടകിൽ പട്ടുപോയി എന്ന് ഉത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടെന്ന് ബാല്യക്കാരന്റെ ദാവീദ് ശൗലുവിന്റെ മകൻ യോനാഥാനും പടകിൽ പട്ടുപോയത് എങ്ങനെ നീ അറിഞ്ഞെന്ന് ചോദിച്ചതിന് അടുത്ത വാക്യം, വർത്തമാനം കൊണ്ടെന്ന് ബാല്യക്കാരൻ ദാവീദിനോട് ഞാൻ എതിർച്ചയാ. ആ പദമൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ
യാദൃച്ഛികമെന്ന ഇവൻ പറഞ്ഞ യാദൃച്ഛികമൊന്നുമല്ല, ദൈവനിർണയമാ. ഇവൻ പറയാ ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിൽ ശൗല് തന്റെ കുന്തത്തിൽ ചാരി നിൽക്കുന്നു. ചാരി നിൽക്കുന്നാടിത് കുന്തഭാഗത്ത് കയറി. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവര് തന്നെ അല്ല. ദാവീദ് അന്ന് ആ കുന്തം പിടിച്ചു മേടിക്കുകയായിരുന്ന ഇന്ന് ഇത് നടക്കുമോ? വേണമെങ്കിൽ താത്ത ആരാന്നൊന്ന് അറിയാൻ ഓക്കെ ഇനി വെച്ചു. അല്ല എനിക്കൊന്ന് അറിയണ്ടേ ആരാ. അപ്പൊ ശ്രദ്ധിച്ചേ, അല്ല അന്ന് ഈ കുന്തം പിടിച്ചു മേടിച്ചിരുന്നെങ്കിലോ? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കുന്തം പിടിക്കാനൊന്നും പോകണ്ട, പിടിച്ചു മേടിക്കാനും പോകണ്ട, ഗുണ്ടകളെ ഇറക്കണ്ട, മട്ടാഞ്ചേരിന്ന് ഇറക്കണ്ട, പിന്നെ ചെങ്കൽച്ചൂളെന്ന് ഇറക്കണ്ട, സ്തോത്രം, രാഷ്ട്രീയക്കാരെ ഇറക്കണ്ട. എനിക്ക് MBA പരിചയമുണ്ട്, MLA പരിചയമുണ്ട്, കേന്ദ്രത്തിൽ എനിക്ക് വേണ്ട വേണ്ട വേണ്ട. വ്യവഹാരം ചെയ്യുന്നവൻ ദൈവമാണ്. അന്ന് ആ കുന്തം പിടിച്ചു മേടിച്ചിരുന്നല്ലോ. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ സമയം എന്തോ 9 ആയോ? ഇച്ചിരി സമയം കൂടെ എടുക്കട്ടെ. നിങ്ങൾ എന്തേലും ഒന്ന് പറ. ഇച്ചിരി സമയം കൂടെ എടുത്തോട്ടെ, പറ. ഈ പ്രതിപക്ഷ ബഹുമാനം വേണം, അതിനായി ചോദിക്കുന്നത്. അല്ല ഞാൻ പോയി കഴിഞ്ഞ് നിങ്ങൾ പറയുന്നത് അയാളങ്ങ് എടുക്കാനായിട്ട് പറഞ്ഞു ഞങ്ങൾ പിന്നെ ഒന്നും മിണ്ടിയില്ലെന്ന് എന്ന് പറയുന്നത്. അങ്ങനെ അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെട്ടു. ഉണ്ടോ? ഇവൻ കുന്തത്തിൽ ഇങ്ങനെ ചാരി നിൽക്കല്ല, കുന്തകത്ത് കയറി. അതായത് ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിൽ ചെന്നപ്പോൾ ശൗലിന് കുന്തത്തിൽ മേൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും തുടർ നടക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി, എന്നെ കണ്ടു. നീ ആരെന്ന് ചോദിച്ചതിന് ഞാനൊരു അമാലേക്കനെന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ അവൻ എന്നോട്, എടാ ഈ അടുത്ത വാക്യം വായിച്ചേ, അഗ്രകർമ്മികൾ വന്നെന്നെ, നീ അടുത്ത് വന്നെന്നെ കൊല്ലണം, എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നെന്ന്. കുന്തഭാഗത്ത് കയറി, ജീവൻ പോകുന്നില്ല. ജീവൻ പോകാൻ ഇങ്ങനെ, എന്റെ ഭാഷയാ, വലിച്ചു കിടക്കുക. വലിച്ച് വിട്ട് വലിച്ചപ്പോ ഇങ്ങനെ പുറകോട്ട് നോക്കിയപ്പോ ഒരുത്തൻ നിൽക്കുന്നു. ആരാടാന്ന് ചോദിച്ചു. ഞാനൊരു അമാലിയൊക്കെ. എടാ നീ അടുത്ത് വാ, എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു. ഇത് പുള്ളി ഒത്തിരി ദാവീദിനെ പരിഭ്രമം പിടിപ്പിച്ചതാ. ഒത്തിരി രാത്രി പരിഭ്രമം പിടിച്ച് ദാവീദ് ഉറങ്ങാതെ നടന്നതാ. അന്ന് പുള്ളി മട്ടുപ്പാവിലിൽ പാലസിൽ ഭൂതവാങ്ങയിലും പള്ളിമത്തേൽ സ്തോത്രം റോയൽ ഫുഡും ഒക്കെ കഴിച്ചു. തെറ്റിയോ? ഇംഗ്ലീഷ് ഇല്ലല്ലോ. ചിക്കൻ കാലും മട്ടൻ ചാപ്സും കുമരകം കരിമീൻ വാഴയിലേക്കകത്ത് പൊള്ളിച്ചതും നട്ട്സ് ഒക്കെ അടിച്ച് പുള്ളി മിനുങ്ങിയതാ. അന്ന് ദാവീദ് ഒന്നുമില്ലാത്തവനായി പരിഭ്രമം പിടിച്ച കാട്ടാട്ടിൻ പാറയിലും അതുല്ലാമിലും ഏൻഗതിയിലും പാറാൻ മരുഭൂമിയിലും ഒത്തിരി പരിഭ്രമം പിടിച്ചതാ. ഗത്ത് ചെന്നപ്പോ അവിടെ വെട്ടിനകത്തായി. ഗത്ത് ആഗീഷ് നോക്കിയപ്പം പറഞ്ഞു, അടിച്ചുവനല്ലോടാ ദാവീദ്. ഉടനെ പുള്ളി കുത്തിപ്പുറമെന്ന് അടിച്ചു. എന്ത് പരിഭ്രമമാണെന്ന് ഓർത്തു. സ്തോത്രം സ്തോത്രം. ഇപ്പൊ താണ്ടെ പുള്ളി പരിഭ്രമം പിടിച്ച് കിടക്കുക. പുറകോട്ട് നോക്കിയപ്പോൾ ഒരു തന്നെ ആരാണ്? അമാലേക്കൻ. ഇനി വരാൻ പറഞ്ഞു. എടാ എന്റെ ജീവൻ മുഴുവൻ, കുന്തമൊക്കെ ഞാൻ പള്ളയെ കയറ്റിയെങ്കിലും ജീവൻ പോകുന്നില്ല.
ഞാൻ നിരൂപിച്ച ഉപായത്തിൽ ഇപ്പൊ ഞാൻ തന്നെ പെട്ടുകിടക്കുക. നീ എന്നെ കൊല്ലണം. അമാലേക്ക് എൻ്റെ ഒരു താട്ടും കൊടുത്തു. അപ്പൊ ശൗൽ എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചാൽ, ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടൊക്കാതെ വന്നപ്പോൾ അമാലേക്കൻ വെട്ടിക്കൊന്നു. ഈ പ്രമാണം തെറ്റിയാൽ ആത്മഹത്യ ചെയ്യാൻ നോക്കിയാൽ പോലും ഓക്കുകയല്ല. കിണറ്റി ചാടിയപ്പോ വെള്ളമില്ല, നോക്കി നിൽക്കുക. ജോർജ് കുട്ടി ഓടി വാ എന്നെ പിടിച്ച് കയറ്റാൻ. വിഷം കഴിച്ചു, ചാകാനാ. വെപ്രാളായപ്പോ അലറി. നാട്ടുകാർ വന്ന് നല്ല ഇടിയും കൊടുത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇടിയുടെ ആറാട്ടായിരിക്കും നിനക്ക്. അക്കൈക്ക് പോകുകയെന്നേ വലിയ കുഴപ്പം. ഇവിടെ പ്രമേണം തെറ്റിച്ച ചാകാൻ നോക്കിയാ പോലും ഒക്കത്തില്ല. പാനെ കൊണ്ട് കുരുക്കിട്ടു, 11 താഴെ വീണ്. പഴയ പാനായിരുന്നു. ഗതികേട് നോക്കി. സ്തോത്രം. പണ്ടൊരുത്തൻ ആത്മഹത്യ ചെയ്യാൻ ട്രെയിൻ മരുന്ന് കൊണ്ടോട്ട് പാളത്തെ തല വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് തല പോകുന്നില്ല. നോക്കിയപ്പോൾ ട്രെയിൻ വേറെ പാളത്തിൽ കൂടെ പോകുന്നു. പാളം ഇഷ്ടം പോലെ കിടക്ക. ഈ വിട്ടി ഓർക്കണ്ട ഇതേ കൂടെ തന്നെയാണോ വരുന്നത്. ഒടുവിൽ നോക്കിയപ്പോ കണ്ട ഗുണം എന്ന് പറഞ്ഞാൽ നീ ഗുണമാകുകയല്ലെന്ന് ട്രെയിൻ വരെ പറയുക. വാക്കും ഭാഷണവും കൂടാതെ. സ്തോത്രം. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടും. പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, ദൈവാശ്രയ ബോധത്തോടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തെ ഭജിക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് ഇന്ന് രാത്രി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാ, നീ എതിർക്കാനും കയർക്കാനും ഓടക്കാനും ഒതുക്കാനും പോകണ്ട. മുഴങ്കാലും മേലിരുന്ന് പ്രാർത്ഥിക്കണം. നീ ജാഗരിച്ച് പ്രാർത്ഥിക്കണം. ദൈവസന്നിധി മുഴങ്കാലം അടക്കണം. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒറ്റയായുധവും ഫലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിരപരാധി ഒത്തിരി പരിഭ്രമം പിടിപ്പിച്ച അച്ചായന ഇപ്പൊ താണ്ട പരിഭ്രമം പിടിച്ച് അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ. സ്തോത്രം, സ്തോത്രം. ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. നാളെ സഭായോഗമല്ലേ, അപ്പം നിങ്ങൾ അധികം പ്രയാസപ്പെടരുത്. ദൈവത്തിന് മഹത്വം. ഈ ഗുണമാകാനാണെങ്കിൽ ഈ ഒരു പോയിന്റ് മതി, ഒത്തിരി വേണ്ട. എങ്കിലും ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് ചിന്തിക്കുക. ശൗലിന്റെ മരണം ദാരുണ മരണമാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ ദാവീദ് പണ്ട് പാടി, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചു. ചരിത്രം പറഞ്ഞ ശൗലിന്റെ മരണം കൊണ്ട് ദേശം നടുങ്ങിപ്പോയി. ദാവീദ് അതുകൊണ്ട് പാടുക, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചു. കർത്താവേ, അതിന്റെ ഭിന്നതകളെയൊക്കെ ഒന്ന് നന്നാക്കി തരണം. ശൗല് മരിച്ചപ്പോ ദാവീദ് ഒരു പാട്ട് പാടി, വിലാപകാവ്യം എന്ന ധനുർഗീതം. ആ ശൗമേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതലൊന്ന് വായിച്ചേ. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനാകുന്ന യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലിയത്. അവൻ യഹൂദാ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചത്. ശൂരന്മാരുടെ പുസ്തകത്തിൽ അടുത്തത്. ഇസ്രായേലേ, നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി പട്ടുപോയതെങ്ങനെ ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്. അസ്കലോം വീഥികളിൽ ഘോഷിക്കരുത്. ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുത്. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് ദിനങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. ആ ഭാഗത്തൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് മുതിരുന്നില്ല. ശൗലിന്റെ വിലാപകാവ്യം ധനുർഗീതം. ശൗല് അവൻ യഹൂദാ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിക്കുക. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതി. ഇസ്രായേലേ, നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി പട്ടുപോയത്. പ്രതാപശാലിയല്ലായിരുന്നോ ശൗല് എന്ന് പറഞ്ഞ? ഒന്ന്, നല്ലൊരു ഗോത്രമാണ് ബെന്യാമിൻ, കടിച്ചു കീറുന്ന ചെന്നായി, നല്ല ഗോത്രം. 2, കാശുള്ള അച്ചായന്റെ മോൻ, കീശിന്റെ മകനാ. കീശുകൊണ്ട് കാശുണ്ട്, കാശുള്ള കുടുംബത്തില്.
ഒന്ന് കുടുംബശ്രേഷ്ഠത, രണ്ട് കാശ്. ഇതൊക്കെ പ്രതാപമല്ലേ? കാശുകൊണ്ട് കുടുംബശ്രേഷ്ഠത പോരാ. ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ തോൾപ്പക്കമുള്ളൊരുത്തൻ, പ്രതാപമില്ലേ? അല്ല എന്നെ പോലെ നിങ്ങളെ പോലെ ഞൊട്ടച്ചൻ നീളമാണ്. ഒരു പയർ പറിക്കണേ എത്തിക്കുത്തുക, കിട്ടിയില്ല. എല്ലാരെക്കാളും തോൾപ്പക്കമുള്ളവൻ, അത്രയ്ക്ക് പ്രതാപശാലിയാണ്. പക്ഷേ നിഹതന്മാരായി പാട്ട് വിസ്തരിക്കുന്നില്ല അധികം. ശൗലിന്റെ മരണത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ ഈ വിഷയം സംബന്ധിച്ച് ഇസ്രായേൽ ചരിത്രം പറഞ്ഞു വരുമ്പോൾ പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, അവനെ നീക്കിയിട്ട് ദൈവം ദാവീദിനെ ബോധിച്ച പുരുഷനായി. നല്ല പ്രയോഗമാണ്, നീക്കി. അങ്ങനല്ലേ 13:21 അപ്പോസ്തോല പ്രവൃത്തി. പൗലോസ് പഴയ നിയമത്തിൽ എന്തായാലും പ്രസംഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഉറക്കെ വായിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഉറക്കെ വായിക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ വായി. 40 ആണ്ടത്തേക്ക് കൊടുത്തു. അടുത്തത് അവനെ നീക്കിയിട്ട് പൗലോസ് വളരെ പരിജ്ഞാനത്തോടെ കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും വലിയ മനോവേദന വരാത്ത വിധത്തിലാ കൊടുത്ത പ്രയോഗം, അവനെ നീക്കിയിട്ട്. പക്ഷേ പഴയ നിയമത്തിൽ കൊടുത്ത പ്രയോഗം ദൈവം അവനെ കൊന്നെന്ന്. ദൈവം അവനെ, ഞാനിതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയമാ. അബ്രഹാം പറഞ്ഞതുപോലെ എന്റെ ഭയമായവനെ. വെടിയുണ്ട വരുന്നതിലും ഭയമാ തിരുവചനം വായിക്കുമ്പോൾ. കോവിഡിനേക്കാളും ഭയമാ ദൈവവചനം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പൗലോസിന്റെ ചരിത്ര പ്രസംഗത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്ന, ശൗൽ കൊടുത്തിരിക്കുന്ന, പുതിയ നിയമത്തിലെ ശൗൽ പൗലോസ് കൊടുത്തിരിക്കുന്നത് അവനെ നീക്കിയെന്നാണ്. പക്ഷെ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് ദൈവം കൊന്നു പ്രതാപശാലിയെ. അതാ ദേശം നടുങ്ങിപ്പോയത്, അതാ ഭിന്നമായി പോയത്. അതാ ദാവീദ് ചോദിച്ചത് ഇത് എങ്ങനെ സംഭവിച്ചെന്ന്. ദൈവം കൊന്നു. കൊല്ലാൻ 3 കാരണമാണ് എഴുതിയേക്കുന്നത്. 3 കാരണമാണ് കൊല്ലാൻ, പ്രധാനപ്പെട്ട കാരണം 3. നിങ്ങൾ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. ഉറക്കെ വായിച്ചോ സിസ്റ്ററെ. ചാകാനുള്ള 3 കാരണം: 1, യഹോവയോട് ചെയ്ത അതിക്രമം. 2 വചനം പ്രമാണിച്ചില്ല. 3, അമ്മാമ്മയുടെ അടുക്ക പോവായിരുന്നു. 3 കാരണം. യഹോവയോട് അതിക്രമം ചെയ്തു, ദൈവത്തിന്റെ വചനം പ്രമാണിച്ചില്ല. 3, വെളിച്ചപ്പാടത്തിക്കാരുടെ. അടുത്ത വാക്യം അങ്ങനെ ചത്തത്. അടുത്ത പദം അതാ ഭയാനകം. അവൻ യഹോവയുടെ അരുളപ്പാട് ചോദിക്കായികയാൽ അവനെ മതി. ഈ അഭിഷേകം പോയാൽ പിന്നെ ആരുടെ അടുക്കലും പോകും ആലോചന ചോദിക്കാൻ. അമ്മാമ്മ എടുക്കലും പോകും, അച്ചാൻ എടുക്കലും പോകും, കടമറ്റത്ത് കത്തനാൻ എടുക്കലും പോകും, കോട്ടയത്ത് ശാന്തമ്മ ദൈവം അവിടെയും പോകും, കഞ്ഞിക്കുഴി തോമ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. തമ്പുരാൻ അങ്ങ് കൊന്നു. ദൈവം കൊന്നു. ഭയമാതൊക്കെ വായിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവര് തന്നെ പിടിപെടട്ടെ. പ്രൈസ് ദി ലോർഡ്.
എന്തൊരു ഭയാനകമാ. ഗത്തിൽ ദാവീദ് പറയുക, അവൻ യഹൂദ മക്കളെ ഈ ധനഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. ഇസ്രായേലേ, നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഗതന്മാരായി പട്ടുപോയത് എങ്ങനെ? ചോദ്യമാ. ഇതെങ്ങനെ സംഭവിച്ചു? ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്, അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുത്, ഫെലിസ്ത്യപുത്രിമാർ സന്തോഷിക്കരുത്. അത് പറയാൻ കാരണം ഗത്ത്, അസ്കലോൻ ഇതെല്ലാം ഈ ശൗല് കൃപയിൽ വന്ന കാലത്ത് ജയമെടുത്ത സ്ഥലങ്ങളാണ്. ഫെലിസ്തീനെ ചരിത്രം പഠിക്കുമ്പോൾ ഫെലിസ്തീൻ 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു, 5 ദൈവം. 6:17 വായിച്ചേ. ശൗമേലിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഫെലിസ്തീൻ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായിട്ട് കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്കൊന്ന്, ഗസയുടെ പേർക്കൊന്ന്, അസ്കലോന്റെ പേർക്കൊന്ന്, ഗത്തിന്റെ പേർക്കൊന്ന്, എക്രോന്റെ പേർക്കൊന്ന്. ഇത് 5 പട്ടണമാണ്. ആ പട്ടണത്തിന്റെ പേര് ഇത് 5 ദൈവങ്ങളുമാണ്. അസ്കലോന്യ ദൈവം, ഗസയിലെ ദാഗോന്, എക്രോന്യ ദൈവം. അതാ എക്രോന്റെ എടുക്കാൻ പോയത്. ഇത് 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു, 5 ദൈവം, 5 പ്രഭു. 18-ാം വാക്യം വായിച്ചു. 5 പ്രഭു. പൊന്നുകൊണ്ടുള്ള എലികളും ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടിൻപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ. അപ്പൊ 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു. കണക്കാറ. അതുകൊണ്ടാ ദാവീദ് തോട്ടിലിറങ്ങി 5 കല്ലെടുത്തത്. ഇഷ്ടം പോലെ കല്ലെടുക്കാൻ കുറെ ഏറെ കല്ലങ്ങെടുത്തോണ്ട് ഒരു വഴിക്ക് പോകുന്നതായി. 5 മതി. 5 ആവുക. 1-1 വെച്ചു. അത് വേറൊരു വിഷയം. നിൽക്കട്ടെ. അപ്പൊ ഈ ഗത്ത്, അസ്കലോൻ, ഈ സ്ഥലങ്ങളിൽ പണ്ട് ശൗല് ജയമെടുത്ത സ്ഥലമാണ്. അങ്ങനെ ജയമെടുത്ത പ്രതാപശാലിയ പുള്ളി ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് ഒക്കാതെ വന്നപ്പോൾ അമാല്യക്കും കയറി വെട്ടിക്കൊന്നെന്ന് ഗത്തുകാരും അസ്കലോൻകാരും ഒന്നും അറിയരുത്. മനോരമയുടെ ഒടുവിലത്തെ പേജിന്റെ ഇപ്പുറത്തെ പേജിൽ കൊടുക്കണം, അല്ലെ ഫ്രണ്ട് പേജിൽ കൊടുത്തേക്കണം, കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ചത്തതെങ്ങനെയാണെന്ന് നമുക്ക് കുറച്ച് പേർക്ക് കൈയൊക്കെ വെച്ചൊരു ഫോട്ടോ. പാപ്പച്ചൻ നിത്യത. ചത്തതെങ്ങനെയാണ്? ചത്തത് പിച്ചും പേയും പറഞ്ഞ് തെറിയും പറഞ്ഞ് അമേത്യോമാരി ഭിത്തിയിലെറിഞ്ഞ് കണ്ണു പൊട്ടുന്ന -4. ആർക്കും വരാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ. വന്നവരെ വിധിക്കണ്ട, നീയും സൂക്ഷിച്ചോണം. ആരെയും വിധിക്കണ്ട. വിധിക്കാൻ നമ്മൾ ആരും ആളല്ല. പക്ഷെ ഇത് കാണുമ്പോൾ ഞാനും നിങ്ങൾ ഒന്നുകൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കോണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു. വിശേഷിച്ച് പ്രസംഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ, ഞാൻ സഹിതം. അതിൽ പൗലോസ് പറഞ്ഞ അതിലെ 1-ാമത്തെ പാപി ഞാനെന്ന് പറഞ്ഞ പോലെ നമ്പർ 1 ഞാൻ. ഇതൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഭയപ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശൗല് മരിക്കുന്നത് അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവര് തന്നെ പിടിപെട്ടല്ലോ. അവിടെ ഒരു പദം കൊണ്ടുണ്ട്. ഈ വന്നവൻ ചോദിച്ചു എങ്ങനെയാണ്? ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിൽ എതിർച്ചയാ വന്നവല്ല, നിശ്ചയമാണ്. ഇവൻ പുറകോട്ട് നോക്കിയപ്പോ ഒരുത്തൻ നിൽക്കുന്ന ആരാ? അമാല്യക്കൻ. അമാല്യക്കൻ വന്ന് നിന്നത് കണ്ടോ? എതിർച്ചയല്ല. കാരണം കൂടെ പറയാം. ശമൂവേലിന്റെ വായിക്കണ്ട 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ ശമൂവേൽ മുഖാന്തരം ശൗലിനോട് ആക്കമുള്ള കാലത്ത് പറഞ്ഞു, നീ അമാല്യക്കരെ നിർമൂലമാക്കണം. ആടാകട്ടെ, മാടാകട്ടെ, കാളയാകട്ടെ, കടുതയാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, ഗർഭിണിയാകട്ടെ, മുല കുടിക്കുന്നതാകട്ടെ, ചെറുതാകട്ടെ, ഒന്നിനെയും വെച്ചേക്കരുത്, കരിവ് തോന്നരുത്, തട്ടിയേക്കാൻ പറഞ്ഞു. ഇയാൾ അവിടെ ചെന്ന് യുദ്ധമെല്ലാം ചെയ്ത് വെച്ച് കൊള്ളയിൽ കൊടുത്തു മുടുത്തതിനെ ഒന്നിനെയും കൊന്നില്ല. ആടെ കൊടുത്തതും മുടുത്തതുമായ ആടിനെയും കാളയെല്ലാം വിളിച്ച് മാറ്റി നടത്തി. ഹീനവും നിസാരമായനെല്ലാം സഭകളിലും അങ്ങനെ. പിടിപ്പുള്ള അച്ചായൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ പറയാം, അത് ജോർജ് കുട്ടിച്ചായൻ ഒരു ബലഹീനതാണ്. അത് നമുക്ക് ലോക്കൽ സഭയിലും അറിയാം, സെന്ററിലും അത് അറിയാം. ജോർജ് കുട്ടിച്ചായൻ
ഒരു ചെറിയ പുള്ളി നല്ല കോടമഞ്ഞിറങ്ങുമ്പോൾ 2. പിന്നെ ഈസ്റ്ററിന് അന്ന് പുള്ളി വന്ന് എന്നാലും മര്യാദ നമ്മെ കണ്ട ഉടനെ മടക്കി കുത്ത്. സ്തോത്രം. പിടിപ്പുള്ളവൻ, വലിയ പിടിപ്പില്ലാത്തവൻ എന്തേലും വരരുത്. വന്നാൽ ഉടനെ അടിയന്തര കമ്മിറ്റി കൂടണം. നിങ്ങൾ എന്നെ ഇങ്ങനെ കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ച് നോക്കുന്നത് എന്ത് എന്ന് ഞാനൊരു സാധുവാണ്. ദൈവവചനത്തിന്റെ ബലത്തിലായി നിൽക്കുന്നേ. സ്തോത്രം. അപ്പൊ ഇവൻ അമാലേക്കിനോടുള്ള ബന്ധത്തിൽ ഹീനവും നിസാരവുമായതിനെ എല്ലാം താട്ടി, കൊള്ളയിൽ കൊഴുത്തു മുടുത്തതിനെയെല്ലാം വകഞ്ഞു മാറ്റി. അടുത്ത പറവുണ്ട്, ആഗാഗനെ ജീവനോടെ പിടിച്ചു മാറ്റി, കൊന്നില്ല. ആഗാഗനെ ശമൂവേല് വന്നപ്പോ ചോദിച്ചു, ശൗലേ നീ അമാലേക്കിനെ എല്ലാം നിർമൂലമാക്കിയോ? ശൗല് പറഞ്ഞ, അച്ചായ എല്ലാം നിർമൂലമാക്കി. അച്ചായം വരാഞ്ഞിട്ട് ആശീർവാദം. ഉടനെ അച്ചായം ചോദിച്ചു, പിന്നെ ഈ കാളയുടെ മുക്കറായും ആടിന്റെ കരച്ചിൽ? ഉടനെ അവൻ പറഞ്ഞു, അത് വർഷിപ്പിന്റെ മെതേഡ് മാറ്റിയതാണ്. മൂരിക്കാളയെല്ലാം കൂടെ മുക്കറായി ഇടുന്നതാണോ വർഷിപ്പ്? തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ കള്ളക്കേസും കോടതിയും അടക്കും ബുക്കാറും കേസും അടിപിടിയും തമ്മിത്തല്ലും എന്ന് വേണ്ട സർവത്ര ദോഷം ഒപ്പിച്ചു. സൺഡേ ആകുമ്പോൾ കരങ്ങൾ വീശി വീശി ഒരിക്കൽ കൂടെ മുക്കറായിടുക. നിങ്ങളിൽ ചിലര് നല്ലതുപോലെ വിഷമിക്കുന്നത് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. സ്തോത്രം. വർഷിപ്പാനാണ്. ആഗാഗിനെ കൊന്നില്ല, അമാലേക്കിന്റെ നേതാവാ, കൊന്നില്ല. കൊല്ലാതെ വെച്ചത് കൊണ്ട് സൂക്ഷം ഒടുവിൽ അവൻ തന്നെ കഷ്ണിച്ചു. 15-ാം അധ്യായത്തിൽ നിർമൂലമാക്കുകയായിരുന്നെങ്കിലോ? അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവര് തന്നെ ധാരാളം സംഭവങ്ങൾ തിരുവചനത്തിലുണ്ട്. ഒരു കാര്യവും കൂടെ ചുരുക്കമായി പറഞ്ഞ് പ്രസംഗം നിർത്തുക. ഒരു കാര്യം കൂടെ, വേറെ ഒത്തിരി കാര്യമുണ്ട് പറയാൻ, ഒന്നുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അധികം വിവരിക്കണ്ടല്ലോ. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ച, അല്പം മുഴുത്ത വാക്യമാണ്, എന്നാലും വായിച്ചു. അവനോട് 50 മുഴ ഉയരമുള്ള ഒരു കഴുകുമരം ഉണ്ടാകട്ടെ. മൊർദെഖായിയെ ആദ്യമേ നമുക്ക് തൂക്കണം. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ പിന്നെ അവൻ നിങ്ങളതിന്റെ ചിന്ത 50 മുഴ ഉയര ഒരു മൊർദെഖായിയെ തൂക്കാൻ 50 മുഴ ഉയരമുള്ള ഒന്നും അതിന്റെ ആവശ്യമില്ല. യവന്റെ നിരൂപണം എന്നാന്നറിയാവോ? 50 മുഴ ഉയരത്തിൽ തൂക്കണം. എന്തിലെ എല്ലാരും കാണുമ്പോൾ ഇവൻ ഇങ്ങനെ തൂങ്ങിക്കടന്ന് ആടുന്നത് എല്ലാരും കാണണ്ടേ? രാജ്യത്തുള്ള എല്ലാരും കാണണം. പെന്തിക്കോസിലുള്ള എല്ലാവരും ഇപ്പൊ കാണുന്നുണ്ടല്ലോ. ഇതിന് കുന്താൻ നോക്കുമ്പോ അറിയാമല്ലോ. ഒരുത്തൻ പറഞ്ഞു പോലും, ഇച്ചിരിയെങ്കിലും കാണിക്കാവോ എന്ന്. മനസ്സിലാകാരിയാണോ? അപ്പൊ ഒരുത്തൻ പറഞ്ഞു, അങ്ങനെ കാണിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, തെളിച്ച് കാണിക്കണ്ട. ഇനി വേറെ ഇംഗ്ലീഷ് വേർഡാ പറഞ്ഞേ. എന്നാലും അവനത് കാണണം.
വേറൊരുത്തൻ പറഞ്ഞ് കണ്ടാ സഹിക്കുകയല്ലെന്ന്. ഹാമാനും ഇത് തന്നെ ചിന്തിച്ചത്. എല്ലാരും കാണണം തൂങ്ങിക്കിടക്കുന്നത്. അതിന് 50 മുഴ ഉയരം. അത് ഹാമാൻ തന്നെ പണിയിച്ചെന്ന്. അടുത്ത താഴോട്ട് വായിക്കുണ്ട്. താഴോട്ട് വായിച്ചേ. ആ അടുത്തത്. പിന്നെ അച്ചായന് ആനന്ദം പരം ആനന്ദം. അടുത്തത് ഈ കാര്യം കക്ഷിക്ക് ബോധിച്ചു. അടുത്തത് അവൻ കഴുകുമരം ഉണ്ടാക്കി. ഹാമാൻ ഉണ്ടാക്കി. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ ഈ കഴുകുമരം ഉണ്ടാക്കിക്കുന്നതിന് മുമ്പ് യഹൂദജനത്തെ ആബാലവൃത്തം തച്ച് മുടിച്ചു കളയാൻ ഇവൻ പദ്ധതി. നിങ്ങൾക്ക് ആ ഭാഗം അറിയാണ്ട് വിവരിക്കണ്ടല്ലോ. പദ്ധതി കിട്ടി മൊർദെഖായി അറിഞ്ഞു. എസ്തേറിനോട് പറഞ്ഞു, ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്, ഉപവസിച്ച് പ്രാർത്ഥിക്കണം, ഞങ്ങൾ ഉപവസിക്കുക. അപ്പം ഈ എസ്തേർ ഒരു തീരുമാനമെടുത്ത് എന്തായാലും പ്രശ്നമാ, അങ്ങനെ ഉപവസിച്ച് ജാകുക, അങ്ങനെ ജാകട്ടെ. നമ്മൾ നേരെ തിരിച്ച പാസ്റ്റർ അങ്ങനെ ഉപവസിക്കാനും നോക്കത്തില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുറഞ്ഞ പക്ഷം 2 ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് എങ്കിലും. എസ്തേർ തീരുമാനിച്ചത് എന്തായാലും പ്രശ്നം, അങ്ങനെ ഉപവസിച്ച് ചാകുകയാണ്. എസ്തേർ ഉപവസിച്ചു. ആരും രാജാവിൻ്റെ അടുക്ക ചെല്ലാൻ അനുവാദമില്ല. പക്ഷെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ബലത്തിൽ ഇവള് പ്രാകാരത്തിൽ അങ്ങ് ചെന്നു. രാജാവിന് അവളോട് പക്ഷം തോന്നി. നിന്നോട് ആർക്കും പക്ഷം തോന്നിയില്ലെങ്കിലും ഒരു രാജാവ് സ്വർഗത്തിലുണ്ട്, അവിടുന്ന് നിന്നോട് പക്ഷം തോന്നും. മുഖം കാണിക്കാൻ ഞാൻ തല പോകുന്ന കേസാ. പക്ഷെ പ്രാർത്ഥിച്ചുപവസിച്ചാ ചെന്നേ. പക്ഷം തോന്നി, പഞ്ചങ്കോല് നീട്ടി. എന്തുവാ കാര്യം? രാജ്യത്തിന്റെ വാതി വേണം. അവള് പറഞ്ഞു, അതൊന്നും അല്ല തിരുമേനി. എന്തുവാ വിഷയം? പറഞ്ഞു, ഞാനൊരു വിരുന്നൊരുക്കുന്നുണ്ട്, തിരുമേനി വരണം. അതാണ് വരാം. ഹാമാനെയും കൂടെ